നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അതിന് 1 കിലോ പോത്ത്, പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ: തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, തക്കാളിക്ക, സവോള അരിഞ്ഞത്, ചുമന്നുള്ളി അരിഞ്ഞത്, പെരിഞ്ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് വഴണയിലയാണ്, കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, കുരുമുളക് പൊടിച്ചത്, കടുക്, ഉണക്കമുളക്, കരിവേപ്പില. ഇത്രയും സാധനം. എണ്ണ ഒഴിക്കുക. ഇതിനകത്ത് കടുക് വറുക്കാൻ ആവശ്യമായ എണ്ണ തിളച്ച് കഴിഞ്ഞ് കരിവേപ്പില, വറ്റൽമുളക്, കടുക്, തേങ്ങാക്കൊത്ത് വറക്കാനിരുന്നു. ഇതൊരു ബ്രൗൺ നിറമാകുന്നിടം വരെ തേങ്ങാക്കൊത്ത് നീട്ടി. സബോള, ചുവന്നുള്ളി, പച്ചമുളക്, സാധനം അതിനകത്തോട്ട് വഴറ്റും. നല്ല കൂട്ടി വഴറ്റും. അതിന് ശകല ഉപ്പ് ചേർത്ത് എളുപ്പം സബോള വഴറ്റും. ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി തക്കാളിക്ക ചേർക്കുക. എല്ലാം നല്ല കൂട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി അല്പം കായം, മഞ്ഞൾപ്പൊടി, ഇതിനകത്തെ മസാലക്കൂട്ടുകൾ അതും കൂടെ അങ്ങോട്ട് ചേർക്കും. ഇതിനും പച്ച മാറുന്നിടം വരെ ഇളക്കണം. ഇതിനകത്തോട്ട് ബീഫ് ഇട്ട് ഇളക്കണം. നല്ല കൂട്ട് ബീഫ് ഈ മുളകും മഞ്ഞളും മസാലയും എല്ലാം കൂടെ പിടിക്കണം. നല്ല കൂട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് വെള്ളം ചേർക്കും. ഈ ബീഫിനകത്തും വെള്ളം ഇട്ടത് കുറച്ച് ഇറങ്ങി. അതിനി അടച്ചു വെച്ച് വേവിക്കണം. നമുക്ക് ബീഫ് നമുക്കൊന്ന് തുറന്ന് നോക്കിയേക്കുവാണ്.
അത് നല്ല കൂട്ട് തിളച്ച് കുറുകിയിട്ടിട്ട് അതിലോട്ട് പെരുംജീരകം ഞാൻ ചേർക്കുകയാണ്. പെരുംജീരകം ചേർത്ത ശേഷം ഒരല്പനേരം കൂടെ അടുപ്പിൽ വെക്കണം. കാരണം അതിനകത്തോട്ട് അതിൻ്റെ ആ ഗുണം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ മണവും ഗുണവും ഒക്കെ ആയിട്ട്. അതിനുശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് ഒന്നുകൂടെ ഇളക്കി അത് ഒരു പാത്രത്തിലോട്ട് നമ്മളല്പം എടുക്കുവാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.